കുക്ക് വിത്ത് റിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിനെ കോക്കനട്ട് ദം റൈസ് എന്നൊക്കെ വിളിക്കാം. തേങ്ങ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബസ്മതി റൈസിലേക്ക് ചേർത്ത് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. കഴിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന എഗ് റൈസൊക്കെ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്സ് ഒക്കെ തന്നിരുന്നു. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. 2 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ കോക്കനട്ട് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ വെള്ളം ഊറ്റി മാറ്റുക. അതിനുശേഷം ഇതൊന്ന് ഒരു 1/4 വേവാവുന്നിടം വരെ വേവിച്ചെടുക്കണം. അരി വേവിക്കുന്നതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പു, 3 ഏലക്ക, 3-4 പീസ് പട്ട, പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അരി വേവിക്കുന്ന രീതി ഞാൻ ഫിഷ് ബിരിയാണിയിൽ കാണിച്ചിരിക്കുന്ന അതേ പ്രോസസ്സാണ്. അതായത് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 1/4 വേവാകുന്നിടം വരെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. 1/4 വേവാകുമ്പോഴത്തേക്കും അടുപ്പിൽ നിന്ന് മാറ്റി ഈ വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം 2 പാത്രത്തിലോട്ട്, 2 പരന്ന പാത്രത്തിലേക്കായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. ഈ കോക്കനട്ട് റൈസിന് നമ്മൾ ആദ്യം തേങ്ങയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും. ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. കോക്കനട്ട് റൈസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, തേങ്ങയാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി കുറച്ചധികം വേണം. ഞാനിപ്പം ഏകദേശം 25 ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല മുഴുപ്പുള്ള ചെറിയ ഉള്ളിയാണ് താനും. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സവോള വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി. ഇത് കൂടാതെ ഒരു അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 അല്ലിയൊക്കെ വേണ്ടി വരും. പിന്നെ വേണ്ടുന്നത് 2 പച്ചമുളക്. സ്പൈസി ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ അത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടില്ല. ആ തേങ്ങയൊക്കെ കുറച്ചൊന്ന് വിട്ട് വിട്ട് കിടക്കുന്ന പരുവത്തിൽ തന്നെയാണ്. നമ്മൾ ഈ ചതച്ചെടുത്ത തേങ്ങ അതിൻ്റെ വെള്ളമയം മാറുന്നതിന് വേണ്ടിയിട്ട് നെയ്യിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല. ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ഉരുകി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം.
അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഈ നെയ്യിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഈ നെയ്യിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ നെയ്യ് മതിയാവില്ല അതിന്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവിച്ചപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഈ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ തീയലിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ അത്രയും ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവരുത്, ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറുകയേ ചെയ്യാവുള്ളൂ. ഇതായിപ്പോൾ ആ തേങ്ങയിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു വിട്ട് വിട്ട് കിട്ടുന്ന പരുവം. അതുപോലെ തന്നെ ആ കളറ് നല്ല വൈറ്റ് കളറ് മാറി ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കത് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ നല്ല വൈറ്റ് കളറ് മാറുന്ന പരുവം ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ റൈസ് ദം ചെയ്യാൻ പോവാണ്. അപ്പം ദം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. അതായത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടാതെ കുറച്ച് സവാളയൊന്ന് ഫ്രൈ ചെയ്തും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിനുശേഷം തീ സിമ്മിലേക്ക് മാറ്റി എന്നിട്ട് ദം ചെയ്യാനുള്ള പാത്രം ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കാം, ആ നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് ആവുന്നത് പോലെ. അതിനുശേഷം നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ചോറാണ്, അപ്പം കുറച്ച് ചോറിട്ട് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളകും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ കാഷ്യൂ നട്ട്. ഇതേ രീതിയിൽ തന്നെ ഒരു 3-4 ലെയറായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിപ്പം ദം ചെയ്യുവാണ്. ഇനി ദം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതായത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലേക്കും ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ടൈറ്റായിട്ടുള്ള ഒരു ലിഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കുക. ഇത് ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ചോറ് ബാക്കി വേകാനുള്ളതും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ലെയർ ചോറാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പം വെള്ളമയം അല്ലെങ്കിൽ നനവ് കുറവായിരിക്കും. അതുകൊണ്ട് 15 മിനിറ്റ് കൂടുതൽ ഏതായാലും ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട, ചിലപ്പം ചോറ് അടിയിലൊക്കെ പിടിച്ചു വന്നിരിക്കും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബാക്കി വേകാനുള്ളതെല്ലാം തന്നെ വെന്ത് കിട്ടി നന്നായിട്ട് ആവി കയറിക്കോളും. ഇപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചോറൊക്കെ വെന്തിട്ടുമുണ്ട്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഒട്ടും തന്നെ പിടിച്ചിട്ടുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ തേങ്ങയൊക്കെ ആ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കോക്കനട്ട് ദം റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ ആ തേങ്ങ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഈ റൈസിന്. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്തുമ്പോഴോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ലൊരു റൈസ് റെസിപ്പി കൂടിയാണിത്. ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും പോവും. ചിക്കനോ ബീഫോ പനീറോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. പിന്നെ ഇത് പുറത്തിരുന്നാലും അത്ര പെട്ടെന്ന് അങ്ങ് കേടായി പോവില്ല, നമ്മൾ ആ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.